ഇവിടെ 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 ആ ഇനി വാടാ ഇവിടെ വാടാ ഇവിടെ വാടാ ആൻസർ. ഡ്രൈ ഫ്രൈ ഇവിടെ ഉണ്ടാക്കി. ഈ പിടിച്ച് കിട്ടിയാൽ പിന്നെ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വലിയ വലിയ വിറകുകൾ അങ്ങ് കൊടുത്താൽ മതി. Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അടപ്പിലൊന്ന് തീ പിടിപ്പിച്ചെടുക്കാനുള്ള പാട് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. എൻ്റെ എന്നത്തെയും ഒരു ജോലിയാണ് രാവിലെ എത്തുക, ദാ ഈ ഒരു കൂട്ടം കാര്യം കൈകൊണ്ട് ഇങ്ങെടുക്കുക, പിന്നെ തീ പിടിപ്പിക്കാനുള്ള തത്രപ്പാടുകൾ. തീ പിടിച്ച് കിട്ടിയാൽ പിന്നെ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വലിയ വലിയ വിറകുകൾ അങ്ങ് കൊടുത്താൽ മതി. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് അരി കഴുകിയിടണം. ഈ വിറകടുപ്പിൽ അരി ഇടുന്നതേ പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പലരും പറയണ്ട, അയ്യോ ഈ കൊച്ചിനെ കുക്കറിൽ വേവിച്ചാൽ പോരെ, എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ. പക്ഷെ വിറകടുപ്പിൽ ചോറിന് നല്ല ടേസ്റ്റ് ആണെന്നുള്ളൊരു ന്യായം കൂടാതെ ഇത് വലിയ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് 4 മണിക്ക് എഴുന്നേൽക്കുന്നത് അത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ആരോഗ്യപരമായ രാവിലെ എഴുന്നേൽക്കേണ്ടുന്ന സമയം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 4 മണിയൊക്കെയാണ്. 3 മണി മുതൽ അങ്ങോട്ട് എഴുന്നേൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉറക്കം ശരിയായി കിട്ടിയാൽ മതി. ഞാനാണെങ്കിൽ ഇന്നലെ നേരത്തെ 9 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കയറി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻസൂട്ടൻ നേരത്തെ തന്നെ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പട്ടപ്പെട്ടാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി എത്രമാത്രം എഴുതി വെക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചോറ് അരി കഴുകിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി എടുത്ത് വീണ്ടും ഒന്നോടെ അരി ഒന്ന് കഴുകിയിട്ടായിരിക്കും ഇടുന്നത്. എങ്കിലും നല്ല ക്ലിയറായിട്ട് എല്ലാം ഓക്കെ ആയി കിട്ടും. തവിടൊക്കെ പോയി. പിന്നെ ഇപ്പോഴത്തെ അരി എന്നൊക്കെ പറയുമ്പോഴേ കെമിക്കലൊക്കെ എന്താണേലും ഉണ്ടാവാതിരിക്കില്ലല്ലോ, മായമില്ലാത്തത് എന്തുണ്ട്. അപ്പം എന്താണേലും നമ്മുടെ കറണ്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താണേലും വരും. ഇന്നലെ ഇതുപോലെ കറണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ എമർജൻസി ലൈറ്റ് എടുത്തില്ല, മൊബൈലുണ്ടല്ലോ എന്ന് ഓർത്തു. എന്തായാലും നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ലൈറ്റ് എടുക്കാനായിട്ട് അവിടെ ചെന്നാലും തിരിച്ചു വരുന്നതിന് മുമ്പേ കറണ്ട് ഇങ്ങെത്തും. നമുക്ക് നോക്കാം കറണ്ട് ഇപ്പം വരുമോന്ന്. ബാസ്ക്യൂ പിന്നെ കൂടുതൽ നമ്മുടെ ബാസ്ക്യൂ എടാ മാറണ തട്ടി കഴിക്കാതെ. ബാസ്ക്യൂ ഈ ലൈറ്റിങ് എടുത്ത് തരുമോ? കറണ്ട് ചാൻസൊന്നും കാണുന്നില്ലേ? ആർക്കറിയാം എന്തരോ എന്തോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് വരട്ടെ, അന്നത്തേക്കും നമുക്ക് കറണ്ട് വരുമായിരിക്കും. പെട്ടെന്ന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കാനുള്ള പൊടി ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സോയാ ബോൾസാണ് കേട്ടോ. സോയാ ബോൾസും എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ നിന്ന് തിളപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. പിന്നെ എന്നിട്ട് പിഴിഞ്ഞിങ്ങെടുത്താൽ മതി.
അപ്പോൾ ഇത്രയപ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് 2-3 തവണ മഞ്ഞ ബൾബുകൾ മിന്നി കത്തിയിട്ടങ്ങ് പോയി. എന്താണേലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇവിടെ എവിടെയൊക്കെ ഉണ്ട് ഷോർട്ട് സർക്യൂട്ട്, എവിടെയെങ്കിലുമൊക്കെ ടച്ച് മീൻസൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കിയിട്ട് വേണം ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ. നമുക്ക് കറണ്ട് വന്നു കേട്ടോ. കറണ്ട് ഒരു 15 മിനിറ്റത്തേക്ക് ഒന്ന് മാറി നിന്നു. കറണ്ടിന് വേണ്ടേ ഒരു റെസ്റ്റ്. ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി കുഴച്ച ബോൾസ് ആക്കി. പിന്നെ എൻ്റെ സോയാബോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടിരിക്കും. ഇനി അത് മസാല ആക്കിയിട്ടിങ്ങനെ എടുത്താൽ മതി, കറിയാക്കി മാറ്റിയാൽ മതിയേ. അപ്പം ഇത് ചപ്പാത്തിക്ക് ബോൾസ് അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് സോയാബോൾ മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കറി കൂടി ഉണ്ടാക്കിയാൽ മതി. പിന്നെ നല്ല കട്ടി തൈര് ഇരിപ്പുണ്ട് ചോറിന് തൈര് ഒഴിച്ച് വെച്ചിട്ട് സാലഡ് പോലെ ഉണ്ടാക്കി തക്കാളി സവോളയൊക്കെ അരിഞ്ഞിട്ടെടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. അല്ലാതെ നല്ല കട്ടി തൈരായിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് ചോറിലേക്ക് ഇട്ടിട്ട് ഉച്ചയ്ക്ക് എടുത്താലും അപാര ടേസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ ചപ്പാത്തി കുഴച്ചെടുത്തതും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നു. ഞാൻ ഈ സോയാബോൾ കറി ആക്കട്ടെ. നമ്മൾ ആ ലാസ്റ്റത്തെ ചപ്പാത്തി വലിയ ഉരുള നമുക്ക് രണ്ടാക്കിയാലോ. സോയാബോള് സാധാരണ ബീഫ് എങ്ങനെ ഫ്രൈ ആക്കുന്നത് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് വഴറ്റി മസാലയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഇത് അതിനകത്തേക്ക് ചേർത്തിങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. ഞാനിതിപ്പോൾ കഴുകി വെച്ചു സോയ. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ സോയാബോൾ കറി റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി കൂടി ഉണ്ടാക്കണം. ഞാൻ എന്താ ഇങ്ങനൊരു കവർ വെച്ചിട്ട് ചപ്പാത്തി പ്രസ് വെച്ച് പരത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചപ്പാത്തി പലകയിൽ ഇങ്ങനെ ചപ്പാത്തി പരത്താൻ അറിയത്തില്ലേ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുട്ട് തീരുവാണ് കേട്ടോ. ഇങ്ങനെ ചുട്ടെടുക്കുക, അത് പൊള്ളി വരിക, പിന്നെ മാറ്റി വെക്കുക, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഇടിയപ്പം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടിയപ്പത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. കഴിക്കാനും എളുപ്പമാണ്, കാണാനും ഒരു ഭംഗിയുണ്ട്, ഉണ്ടാക്കാനും എളുപ്പമാണ്. കൈ നിറച്ച എണ്ണയാണേ.
ചപ്പാത്തി ഉണ്ടാക്കി നമ്മൾ സോയാബോള് കറിയാക്കി വെച്ചു, ഒന്ന് കുറുക്കിയെടുത്തു കുറുമ പോലെ. പിന്നെ ഫ്രൈ ആക്കാനായിട്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ആൻസിന് ഭയങ്കര ഇഷ്ടം. അപ്പം നീളത്തിലരിയാതെ ഞാൻ ചതുരത്തിലരിഞ്ഞിട്ട്, സാധാരണ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് പിന്നെ എണ്ണയിൽ വഴറ്റിയെടുക്കുക ചെയ്യുന്നത് മസാല ഇട്ടിട്ട്. ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും ഗരം മസാലയും എല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ, ഒരല്പം വെള്ളവും ചേർത്തൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് എണ്ണയിലിട്ട് ഇത് വഴറ്റിയെടുക്കാം. അപ്പം അതും നല്ല ടേസ്റ്റാണ്. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയായിട്ട്. അത് ആൻസോട്ടിന് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് എരിവായിരിക്കും. മീറ്റ് മസാലയ്ക്ക് ചെറിയൊരു എരിവുണ്ടല്ലോ, അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ജോലി ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചോറാണെങ്കിൽ ഇപ്പം വെന്തിട്ടുണ്ടാകും. അപ്പോൾ കുറച്ച് കോരി മാറ്റി എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഒരല്പം കോരി മാറ്റണം. പിന്നെ ചപ്പാത്തി ഉണ്ടല്ലോ രാവിലെ കഴിച്ചിട്ട് പോകാൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം. വേണമെങ്കിൽ ഒരു കട്ടൻ ചായ കൂടി ഇട്ടിട്ട് നമുക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അവിടെ പോയിരുന്നു വെറുതെ ഒന്ന് ചൂട് ചായയൊക്കെ കുടിക്കാമല്ലോ എന്നും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വിസിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കിയട്ടെ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറണം. ഇന്നലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു സാരിയെ പണ്ട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് തന്ന സമയത്ത് പെരുന്നാൾ വാഗക്കാട് പള്ളിയിൽ പെരുന്നാൾ വന്നപ്പോൾ അവിടെ പെരുന്നാളിന് അവിടുത്തെ അമ്മ എല്ലാ പ്രാവശ്യം പുതിയ സാരി ഉടുത്തപ്പോൾ പെരുന്നാൾ കൊടുത്തുള്ളൂ കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാനൊന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ലേ. പക്ഷേ അമ്മ അങ്ങനെ കേട്ടോ, എല്ലാത്തിനും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും, നീറ്റ്നെസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്തപ്പം എനിക്ക് ഒരു സാരി അമ്മ വാങ്ങിത്തന്ന ആ സാരി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ഏത് സാരി നാളെ ഉടുക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം ഇതെൻ്റെ കൈ കിട്ടി. അപ്പം ഞാൻ എടുത്ത്, ദൈവം ഇതിന് ബ്ലൗസൊന്നും ഇല്ലല്ലോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ഇതൊന്നും അമ്മ വാങ്ങി തന്നെ. അപ്പം ഞാൻ ഈ സാരിയുടെ കാര്യമേ എൻ്റെ മെമ്മറിന്നേ പോയിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ തവണ ഇതിൽ കൂടുതൽ ഞാൻ ഉടുത്തിട്ടുണ്ടാവില്ല. കാരണം അന്ന് പെരുന്നാളിന് ഉടുത്തിട്ടുണ്ട്. പിന്നെ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തവണ വല്ലതും ഉടുത്തിട്ടുണ്ടാവുള്ളൂ. ഷിഫോൺ ടൈപ്പാണ്, നല്ല ഭംഗിയുള്ളൊരു സാരി. ആ ഇടയുള്ള ഒരു മോഡലായിരുന്നു ആ സാരി. അപ്പം ഞാനിങ്ങനെ തപ്പി ചെന്നപ്പോൾ സാരി ബ്ലൗസ് കിട്ടിയത് കറക്റ്റാണ് കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്നാൽ ആ സാരി ഉടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാം. നല്ല പഴമഞ്ഞ കളർ സാരി, പഴത്തൊലിയുടെ ഒക്കെ ഒരു മഞ്ഞയില്ലേ, ആ ഒരു മഞ്ഞ കളറാണ്. നല്ല ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി എനിക്കത്. അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ആക്കി കഴിയുമ്പോൾ ഒന്ന് കാണിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ, പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ പോകത്തില്ലേ. അപ്പം എന്താണെന്നറിയില്ല, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കുക്കൊക്കെ ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല്. മറ്റേ ഞാൻ ഒറ്റയ്ക്ക് വരുന്നു, അടുക്കളയിൽ വരുന്നു, മിണ്ടാതെ നിന്നെല്ലാം ചെയ്യുന്നു, നൂറ് കൂട്ടം കാര്യങ്ങളൊക്കെ. അപ്പം ചിന്തിച്ച് എൻ്റെ ചിന്താമണ്ഡലങ്ങൾ അങ്ങ് ആകാശത്തേക്ക് പറത്തി വിടും. ഇപ്പം പിന്നെ കുറേ പേരുണ്ടല്ലോ, ബിന്ദു സ്ലിംസ് ഫാമിലിയിൽ അത്രയും 76,000 പേരോളം ഉണ്ട്. അപ്പം അത്രയും പേരോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പം എപ്പോഴെങ്കിലൊക്കെയോ അവർ നമ്മുടെ വീഡിയോ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പം ഒരു സന്തോഷം അല്ലേ. ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ്, അത് വളരെ വലുതാണ്. അത് അങ്ങനെയുള്ളവർക്ക് നന്നായിട്ടറിയാം. ലഞ്ച് ബോക്സിലേക്കുള്ള ചോറ് കോരി മാറ്റിയത്. അങ്ങനെ ഉരുളക്കിഴങ്ങ്
മസാല ഫ്രൈ കേട്ടോ, ഡ്രൈ ഫ്രൈ ഇവിടെ ഉണ്ടാക്കി. അപ്പം എൻ്റെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. നീ പല്ല് വെച്ചോ? ചപ്പാത്തി സോയാബോൾ കറി എൻ്റെ ഫേവറേറ്റാണ്. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം, നമുക്ക് ചുമക്കണ്ടല്ലോ. എന്നാടാ മാക്കോ? അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാരി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ അധികം ഉടുക്കാത്ത ഒരു സാരിയാണ്. അപ്പോൾ ആൻസൂട്ടൻ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. വീറ്റോ പവർ ഉണ്ടോ? ആ, അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തോ നിന്നെ കാണിച്ചണോ? അതിന് പെണ്ണ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ. വീഡിയോയിൽ വന്നെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണമെന്നേ. ആ, വാല് കാട്ടിക്കൊണ്ട് ഇവിടെ കയറിക്കേ. ഇവിടെ 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 ആ, ഇനി വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ ആൻസർ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ഡിസൈനിങ് ബിന്ദു ആൻഡ് ആൻസർ. ബൈ.